ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ പോയിട്ട് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന എക്സിബിഷനിൽ പോവാം, അതുപോലെ തന്നെ പാർക്കിൽ പോവാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അറിയില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് തൃശ്ശൂരിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് കേട്ടോ നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. എക്സിബിഷനിൽ പോയിട്ടൊന്നും വാങ്ങിക്കാനൊന്നും പോകുന്നതല്ല, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും വിക്രമിന് അവിടെ തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ പോയിട്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത്ര നേരം എങ്ങനെയാ? അതെ, നീ ഒന്നും മിണ്ടിയില്ലല്ലോ. സാധാരണ വണ്ടിയിൽ കയറി എന്തെങ്കിലും കാണിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്, ഇതൊന്നും ചെയ്തില്ലല്ലോ. ഒറ്റ ഒരു ഇരിപ്പിരുന്നില്ല. അതെങ്ങനെയത്? അതൊരു അത്ഭുതമായില്ല. കിടന്നുറങ്ങിണ്ടോ? നല്ല കുട്ടി, വെറുതെ ഇരിക്കാനൊക്കെ അറിയാലേ. ഒരാൾക്ക് തലവന എങ്ങനെയുണ്ട്? അതൊക്കെ മാറും. ആ ഗുളി കഴിച്ച് കഴിഞ്ഞാൽ മാറും. അവിടെ ഒരാളിത് ചായ കുടിക്കാൻ പോയിട്ട് എന്ത് ചായ ഇല്ലേ? ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ തൃശ്ശൂരെത്തി. നമ്മളിപ്പോൾ ഇത് എക്സിബിഷൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് സംഭവം ഇൻ്റർനാഷണൽ ഏതാ ഹോട്ടൽ? എലൈറ്റ് ഇൻ്റർനാഷണലോ? ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഹോട്ടൽ എലൈറ്റ് ഇൻ്റർനാഷണൽ. ഓക്കെ, നമ്മളിത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് സൈഡ് നീങ്ങിടക്ക് നമ്മൾ എക്സിബിഷൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നമ്മുടെ നാടിൻ്റെ സംഭവങ്ങൾ അതൊക്കെ ഒരു വൃത്തിയും എടുക്കുമെന്ന് പറയേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ടേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ ആ ചേച്ചിയുടെ കൂടെ. നമ്മൾ വരാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ എക്സിബിഷനിലേക്ക് ടിക്കറ്റ് എടുത്തു. അതെ, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഞങ്ങൾ വേറൊരാളുടെ കയ്യിൽ ഗൂഗിൾ പേ വഴി 100 രൂപ കൊടുത്തിട്ട് ക്യാഷ് എടുത്തു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഓക്കെ, ബാ ഇനി നമ്മൾ എക്സിബിഷൻ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണേ. അപ്പം ഈ ഭാഗത്തങ്ങളാണ് NTC അല്ലേ അച്ചുചേട്ടൻ്റെ? അതെ, ആനയുടെ NTC എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്നു, കണ്ടോ? ഒരു അവിടെ കണ്ടില്ലേ, അതാണ് അച്ചുചേട്ടൻ്റെ. എന്ത് ഞാൻ ഒന്നും വാങ്ങിച്ചതല്ല, എൻ്റെ നോ മണി. പിന്നെ അച്ചോട്ടൻ വരുമ്പോൾ വാങ്ങിക്കാൻ ഒരു തിരക്കുമില്ല. അല്ലെങ്കിൽ സാധാരണ എക്സിബിഷന് വരുമ്പോൾ നല്ല തിരക്കും തിരക്കും ഒരു സാധനം കാണാൻ പറ്റൂലേ. Rajasthan handloom bed sheets and see this.
ഓൾഡ് മിഠായി, പഴയ കാല മിഠായി. പണ്ടത്തെ കാലത്തെ മിഠായി, പണ്ടത്തെ കുറേ മിഠായികൾ, നൊസ്റ്റാൾജി, പേസ്റ്റ്. ഈ മിഠായിയൊക്കെ അമ്മ കഴിച്ചു. ഈ മിഠായി ഞാനും കഴിച്ചിട്ടുണ്ട്. ആ പണ്ടത്തെ ഇത് പോളോ പോലത്തെ മിഠായി, കോയിൻ പോലത്തെ മിഠായി, സോ മെനി മിഠായി. ഇതൊക്കെ പണ്ടത്തെ മിഠായി. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫുട്ബോളിൻ്റെ കുഞ്ഞിനകത്ത് വേണ്ടത് ഇതെപ്പോൾ വന്നതാ? അത് വെച്ചു എനിക്ക് തീരാൻ എന്ത് വെച്ചിട്ടത് ഉണ്ടാക്കിയ ബെൺടെൻ്റെ ബെൺടെന്നാ ആ മിഠായി ബെൺടെൻ്റെ. നീ ഒന്നെങ്കിൽ ഇതിന് മുന്നിൽ നിന്ന് മാറും, ഇതിന് മുന്നിൽ നിന്ന് കളിക്കണം നീ. എൻ്റെ പേര് ഓർമ്മ. ഏത് ആ ബെൺടെൻ്റെ എന്താ മിഠായി? അതെന്താ വെച്ചിട്ടുണ്ടാക്കിയ? എന്നിട്ട് എനിക്കത് ഇഷ്ടമില്ല ആ മിഠായി. അറിയില്ല, ഓർമ്മയില്ല. അത് ഇങ്ങനെ അത് എങ്ങനെയാണ് പഞ്ച് 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 പോലെ പഞ്ച് പോലെ അത് ഞാനൊരു ദിവസം മേടിച്ചിട്ടുണ്ടായില്ലേ. വേറൊരു സ്ഥലമുണ്ട്, ഇവിടെ മാത്രമല്ല വേറൊരു സ്ഥലമുണ്ട്. അതിനോട് നേരത്തെ പറഞ്ഞല്ലോ ഐസ്ക്രീം വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. അപ്പോൾ വേണ്ട, അച്ചുചേട്ടൻ വന്നിട്ടാണ്. അതുവരെ നമ്മളോട് നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താ ഇവളായി നമ്മളെത്താറായി, കഴിയാറായി നമ്മുടെ ഭാഗം. This is nice. Books. അവിടെ പോയാലും കിട്ടും, നോക്കാം നമുക്ക്. ഇവിടെ എന്തിട്ട് സംഭവം? ഏതിട്ടാലും 20 rupees. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ശിഖ എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീൻ ചിത്രീകരണം നടന്നതും ഗുണഭേദിയായിരുന്നു. നിരന്തരമായ അപകടങ്ങളും ആളുകളുടെ തിരോധാനവും മൂലം ഈ പ്രദേശത്തേക്കുള്ള സന്ദർശനം നിരോധിച്ചിരുന്നുവെങ്കിലും മുന്നറിയിപ്പുകൾ അവഗണിച്ചു വിനോദസഞ്ചാരികളുടെ പര്യവേക്ഷണങ്ങളും ഗുണാക്കേവിൽ നടന്നിരുന്നു. അത്തരത്തിലുള്ള സന്ദർശകരായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ പാവ് ഭാജി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സോ വി കെയിം ഹിയർ ഫോർ ഹാവിങ് എ പാവ് ഭാജി. സോ ഇറ്റ്സ് നൈസ് ആൻഡ് വി സൈഡ് ഒരു കോക്കും പറഞ്ഞിട്ടുണ്ട്, കോക്കക്കോള അതും പറഞ്ഞിട്ടുണ്ട്. അല്ല, നിനക്ക് മാത്രമല്ല,
സോ ഗൈസ്, ഞങ്ങളുടെ എക്സിബിഷൻ കാണൽ വേഗം തീർന്നു. കാരണം പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലാത്തത് കൊണ്ടും തിരക്കില്ലാത്തത് കൊണ്ടും പെട്ടെന്ന് നമ്മൾ കവർ ചെയ്തു. താങ്ക് യു. ക്ലാസ് ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് സെക്ഷൻ, മറ്റേ എന്താ പറയുക, പ്ലേ ഭാഗം ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരു പാവ് ഭാജി കഴിച്ചിട്ട് പോകാം. പാർക്കിൽ പോയാലോ? ഇതിൻ്റെ തൊട്ട് ബാക്ക് പാർക്ക്. പക്ഷേ അച്ചുചേട്ടനെ കാണാൻ പറ്റില്ല. അച്ചുചേട്ടൻ 5:30 വരുള്ളൂ. നമ്മളിവിടുന്ന് കടന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ കയറാൻ പറ്റില്ല. ഒറ്റ ടിക്കറ്റ്, ഓൺലി 1 ടിക്കറ്റ്. പാർക്ക് എവിടെ? ഇതിന്റെ പുറത്താണോ? പിന്നെ അപ്പുറത്തെ സൈഡിൽ പാർക്ക്. സോ ഞങ്ങളുടെ പാവ് ഭാജി വന്നിട്ടുണ്ട്. നമ്മളവിടെ പാവ് ഭാജി ഉണ്ടാക്കിയപ്പോൾ വട ഉണ്ടായിട്ടുണ്ടാണോ? നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ലേ? ഇതല്ലേ പാവ് ഭാജി? അത് വടപ്പാവാണല്ലോ. ഓക്കെ, കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. നല്ല രസമുണ്ട്. ഇതെങ്ങനെ കഴിക്കാം? ഇങ്ങനെ കഴിക്കാം. ഹൗ ഇസ് ദ ടേസ്റ്റ്? നല്ലതല്ല, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? നൈസ്. എന്ത് നാരങ്ങയില്ലല്ലേ? ഇല്ല. കുക്കുംബറും ഉണ്ടോ? അതെന്തില്ല പിഴിയുണ്ടോ? ഏതില്ല? മസാല അല്ലേ പിഴിയ? ഞാൻ കഴിക്കട്ടെ കേട്ടോ. കാത്തു സൂക്ഷിക്കുന്ന ഔഷധ ഗുണമുള്ള ഉൽപ്പന്നം തികച്ചും ഓർഗാനിക്. നിങ്ങൾ കാത്തു വിശ്വാസപ്പെടുന്നത് വീട്ടിലെ വർണ്ണ പാർക്കിനടുത്ത് പോകുന്നു. ഉണ്ടോ? വെയിറ്റ് കൂടുന്നുണ്ടോ? ബാക്കിയൊക്കെ കുറവായിരിക്കും. 9 ഉള്ളു ജൂപ്പിറ്ററില്, യുറാനസില്. 54 വെയിറ്റ് ഉണ്ടോ നീ? ബാക്കിയുള്ളത് നെപ്റ്റ്യൂണില് 65, മൂണില് 9, 58, ജൂപ്പിറ്ററില് 128. 128. എൻ്റെ വെയിറ്റ് അടിപൊളിയാവും. നെപ്റ്റ്യൂണില് 97, യുറാനസ് ജൂപ്പിറ്ററിൽ എത്ര? 3 എനർജി. എന്നിട്ട് എനർജി
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എവിടെ? എർത്ത് 11 distance 1.5 kilometer after 28 days. എന്താണ് ഒന്ന് നല്ല സ്ഥലം. സണ്ണ് എർത്ത് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എർത്തുനിന്ന് ഇങ്ങ് ജെൽസിക്ക് എത്ര ദൂരം ഉണ്ടാവും, ദിവസം എത്ര നേരം പിടിക്കും. അല്ലല്ലോ വേറെ ഇത് ഇതാണ് അറിയാലോ. ഗഗൻയാൻ ലോഞ്ച് ഞാൻ ഇതില് ക്രൂ മോഡൽ വെക്കാൻ പറ്റും. കേട്ടോ ആൾക്കാർ. എവിടെ? ഞാനൊരു ഇനി ഇവിടെ നിന്ന് നോക്കിക്കോളാം. ഹലോ ബ്രോ, രണ്ടാൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. എവിടെ? ഇവിടെ കാണാൻ പറ്റും. തൊടാൻ പാടില്ല. ഡോണ്ട് ടച്ച്. എവിടെ ഇരിക്കുന്നു? ഒന്നും തൊടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ എക്സിബിഷനിൽ വെക്കുമ്പോൾ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല.